ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ബാക്കി ചോദ്യ ഉത്തരവുമാണ്. ഓക്കെ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരു. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് EV രാമസ്വാമി നായ്ക്കർ. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക് ആരംഭിച്ചത് 1948. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് 15. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ഏകദേശ ദൂരം. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. 6371 കിലോമീറ്റർ ദൂരം. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തരംതിരിച്ചിരിക്കുന്നു. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തെ വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും 2 ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. വൻകര ഭൂവൽക്കത്തിന് ശരാശരി 30 കിലോമീറ്റർ കനമുണ്ട്. എത്രയാണ്? 30 കിലോമീറ്റർ. സമുദ്ര ഭൂവൽക്കത്തിനാണെങ്കിൽ 5 കിലോമീറ്റർ കനം. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. ഏകദേശം 2900 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. എത്രയാണ്? 2900. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിൻ്റെ താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണിത് അസ്തനോസ്ഫിയർ. അപ്പോൾ അർത്തനോസ്ഫിയറിൽ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. എന്നാൽ അസ്തനോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം എങ്ങനെയാണ്? ഖരാവസ്ഥയിലാണ്. ഇനി മാൻഡിലിൻ്റെ താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. അപ്പം പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് എങ്ങനെയാണ്? ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. കാമ്പ്, നിക്കൽ, ഇരുമ്പ്, അതായത് കാമ്പ്, നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ ഇവയെ നിഫെ എന്ന് പേരുണ്ട്. അപ്പം കാമ്പിന് നമ്മൾ എന്ത് ചെയ്യും? നിഫെ എന്ന് പേരുണ്ട്. അന്തരീക്ഷ വായുവിൽ നൈട്രജൻ്റെ അളവ് 78%. അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ്റെ അളവ് 21%. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. അന്തരീക്ഷ ഘടന എങ്ങനെയാണ് ചോദിച്ചാൽ എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഏറ്റവും താഴെയുള്ള പാളി ഏതാ ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും മുകളിലാണ് ആര് വരുന്നത്? എക്സോസ്ഫിയർ വരുന്നത്. ഓക്കെ, ഇനി അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഏത്? അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഏതാണ്? ട്രോപ്പോസ്ഫിയർ. പൊടിപടലങ്ങളും ജലബാഷ്പങ്ങളും ഏറ്റവും കൂടുതൽ, അതായത് പൊടിപടലങ്ങളും ജലബാഷ്പങ്ങളും ഏറ്റവും കൂടുതൽ ഉള്ള പാളിയാണ് ഏത്? നമ്മുടെ ട്രോപ്പോസ്ഫിയർ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. എന്നാണ് ഓസോൺ ദിനം? സെപ്റ്റംബർ 16. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട് ഇവിടെ. ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്ന പാളിയാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില വർദ്ധിക്കുന്ന എവിടെയും തെർമോസ്ഫിയറിൽ. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ നമ്മൾ അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയർ. അപ്പോൾ ഏറ്റവും മുകളിൽ ആരാണ്? എക്സോസ്ഫിയർ. ഓക്കെ, ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. പാമീർ പീഠഭൂമി ടിയാൻ ഷാൻ കാരക്കോരം, അത് ടിയാൻ ഷാൻ
കാരക്കോറം, കൂനൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമ സ്ഥാനമാണ്. അതായത് പാമീർ പീഠഭൂമി, ടിയാൻഷാൻ, കാരക്കോറം, കൂനൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമം ആണ്. ഉത്തര മഹാസമുദ്രത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അതായത് അത്രയും ഉയരത്തിലാണ് ഈ ഒരു പീഠഭൂമി കാണപ്പെടുന്നത്. ത്രികോണാകൃതിയിലാണ് ഉപദ്വീപിയൻ പീഠഭൂമിക്കുള്ളത്. ഇന്ത്യയിലെ 3 കാർഷിക കാലം: ഒന്ന് ഖാരിഫ്, റാബി, സെയ്ദ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചോളം, അരിച്ചോളം, ബജ്ര എന്നീ കൃഷി ചെയ്യുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവ കൃഷി ചെയ്യുന്നു. ഇനി ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇനി അടുത്തത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. പ്രാദേശിക വികസനത്തിൻ്റെ പ്രാധാന്യം. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. അപ്പോൾ ഇത്രയുമാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ. അതുപോലെ ഒന്നും കൂടെ ഉണ്ട്, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ഉണ്ടാവും. 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. അപ്പം നമ്മുടെ റിപ്പൺ പ്രഭു ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്, അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യപ്പെട്ടു. ഇനി ബൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ 1957 വരുന്നത്. ഒന്ന്, ത്രിതല പഞ്ചായത്ത് സംവിധാനം. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കാണ്. എന്നാൽ മേൽനോട്ടവും സംഘടനവും ജില്ലാ പരിഷത്തിനാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ജില്ലാ പരിഷത്തിലേക്കും പഞ്ചായത്ത് സമിതിയിലേക്കും പരോക്ഷ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇനി അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ എന്താണെന്ന് നോക്കാം. 1978 കമ്മിറ്റി നിലവിൽ വരുന്നത്. ജില്ലാതല പഞ്ചായത്ത് സംവിധാനം, മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത്. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതലത്തിൽ ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധുത. അതുപോലെ പട്ടികജാതി പട്ടികവർഗ സംവരണം. ഇനി ബൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പഞ്ചായത്തി സംവിധാനം, അതായത് പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കുന്നത്. ഇത് ആദ്യമായി നടപ്പിലാക്കുന്നത് രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 നാഗൗർ ജില്ലയിൽ. അപ്പോൾ രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് വരുന്നത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. 1992 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം ലഭ്യമായി. അതായത് 1992 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ
അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയാസൂത്രണം. അപ്പോൾ ജനകീയാസൂത്രണം നിലവിൽ വന്നതാണ് 1996. ഓക്കെ, താങ്ക് യു.